ഒക്ടോബറിൽ ഓർമ്മയായ സംഗീത രംഗത്തുണ്ടായിരുന്ന 10 പേരുടെ ഓർമ്മ പുതുക്കുന്നു. ഹംസഗീതങ്ങളുടെ ഒക്ടോബർ എന്ന പേരിൽ ശനിയാഴ്ച ഓച്ചിറയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നിലാവ് മ്യൂസിക് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി. ശനിയാഴ്ച വൈകിട്ട് 5-ന് ഓച്ചിറ ടൗൺ മൈതാനിയിലാണ് നിലാവ് മ്യൂസിക് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഹംസഗീതങ്ങളുടെ ഒക്ടോബർ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒക്ടോബറിൽ ഓർമ്മയായ സംഗീത മേഖലയിലെ പ്രസിദ്ധരായ 10 പേരുടെ ഓർമ്മ പുതുക്കുന്നതാണ് പരിപാടി. ഇന്ത്യ ടുഡേ ചീഫ് എഡിറ്റർ MG അരുൺ ഉദ്ഘാടനം ചെയ്യും. CD അരുൺകുമാർ അധ്യക്ഷത വഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ ഓച്ചിറയിൽ അറിയിച്ചു. അതില് ഇത്തരത്തിലുള്ള പരിപാടി ശരിക്കും നമ്മുടെ പ്രിയ സുഹൃത്ത് അരുണിന്റെ ഇതിൽ നിന്നും കണ്ടെത്തിയ ഒരു ആശയമാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് സംഗീത രംഗത്തോടുള്ള ഒരു നിരുത്തരവാദിത്തമാണ് കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ പ്രസക്തി വളരെ വലുതാണ്. പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ പ്രധാനമായിട്ടും ഉദ്ഘാടനം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യ ടുഡേയുടെ മാനേജിംഗ് എഡിറ്റർ ശ്രീ MG അരുൺ സാറാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പം നമ്മൾ ഒരു പ്രത്യേകിച്ച് നമ്മളിതിൻ്റെ ഒരു പാടിയും പറഞ്ഞും പോകുന്നൊരു പ്രോഗ്രാമാണത്. സാധാരണ ഒരു ഗാനമേള സെറ്റപ്പ് അല്ല. വയലാർ രാമവർമ്മ, K രാഘവൻ, ബാബുരാജ്, P ലീല, AT ഉമ്മർ, മുല്ലനേരി, ജോബ്, കിഷോർ കുമാർ, രവീന്ദ്ര ജെയിൻ, ബാലഭാസ്കർ ഉൾപ്പെടെയുള്ളവരുടെ സ്മരണകളാണ് പുതുക്കുന്നത്. ഗായകരായ രജി സദാനന്ദൻ, പ്രസന്നകുമാർ, വീണ സുജിത്ത് എന്നിവർ തെരഞ്ഞെടുത്ത ഗാനങ്ങൾ ആലപിക്കും. പ്രധാനമായിട്ടും ഒരു നല്ല പ്രോഗ്രാം, ഹംസഗീതങ്ങളുടെ ഒക്ടോബർ എന്ന രീതിയിലൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതായത് ഒക്ടോബർ മാസം 25-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഓച്ചിറ ട്രാൻസ്പോർട്ട് മൈതാനിയിൽ വെച്ചാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഉദ്ഘാടനം ചെയ്യുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇന്ത്യൻ മാധ്യമരംഗത്തും വിദേശ മാധ്യമരംഗത്തും ഏറെ ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ MG അരുൺ. ഇന്ത്യ ടുഡേയുടെ ചീഫ് എഡിറ്ററാണ്. ആ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ മലയാളി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം കേരളത്തിൽ അങ്ങനെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാറില്ല. പക്ഷേ ഈ ഒരു സമയത്ത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം വരാമെന്ന് സമ്മതിക്കുകയും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഒക്ടോബർ മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സംഗീത രംഗത്ത് ഒരു 10 പ്രതിഭാശാലികൾ മരണപ്പെട്ടൊരു മാസമാണ്. മറ്റ് പല പ്രമുഖരും പല മാസങ്ങളിലാണ് മരിച്ചതെങ്കിലും ഒക്ടോബർ മാസത്തിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ചരിത്ര അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യമാണ്. 10 പേര് ആരും മോശക്കാരല്ല. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.